നമസ്തേ. മറ്റാരും പറയാത്ത ഒരു വാർത്ത തന്നെയാണ് വീണ്ടും നിങ്ങൾക്കായിട്ട് തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വാർത്ത രാഷ്ട്രീയ ഭാരതം വലിയ ഒരു ഞെട്ടലോടുകൂടി കേൾക്കേണ്ടി വരുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇത് പൂർണ്ണമായിട്ടും സത്യമായാൽ, അതായത് കേന്ദ്രമന്ത്രിസഭ അഴിച്ചു പണിയുകയാണ്, ഇളക്കി പ്രതിഷ്ഠ നടക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാനെയും പീയൂഷ് ഗോയലിനെയും രണ്ട് വ്യത്യസ്ത കാരണങ്ങളാൽ അവരുടെ മന്ത്രിസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി പുതിയ മന്ത്രിമാർ വരും. എൻ്റെ ചോദ്യം അതല്ല, മാറ്റിയതല്ല, അതിന് പകരം വരുന്ന മന്ത്രിമാരിൽ ഒരു DMK-കാരനുണ്ടായിരിക്കുമോ? കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് എന്താ വട്ടാണോന്ന്. വട്ടെനിക്കല്ല, ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, സംഭവ്യമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷാ എവിടെയായിരുന്നു? തമിഴ്നാട്ടിലായിരുന്നു. എന്തിനാ പോയത്? സതേൺ സോണൽ കൗൺസിൽ മീറ്റിംഗ് ഓഫ് ദി സതേൺ സ്റ്റേറ്റ്സ്, അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ദക്ഷിണപഥ സമ്മേളനം. അത് നടന്നത് മഹാബലിപുരത്ത് വെച്ചായിരുന്നു. അവിടെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ കേരളവും ഏറ്റുമുട്ടി. കേരളത്തിന് 2 ബോംബുകളാണിപ്പോൾ തമിഴ്നാട് സമ്മാനിച്ചിരിക്കുന്നത്. ഒന്ന് ജലബോംബ് 152 അടിയായിട്ട് മുല്ലപ്പെരിയാറിൻ്റെ ഉയരം കൂട്ടുമെന്ന്, അതായത് ജലശേഖരത്തിൻ്റെ ഉയരം, ജലബോംബിൻ്റെ ഉയരം. രണ്ടാമത്തത് പച്ചക്കറി, മര്യാദയ്ക്ക് നിങ്ങളതനുസരിച്ചില്ലെങ്കിൽ പച്ചക്കറി കേരളത്തിലേക്ക് കയറ്റി വിടുകയില്ല. നിങ്ങളെങ്ങനെ പച്ചക്കറി കഴിക്കും എന്നൊരു ചോദ്യം അവിടുത്തെ ഒരു മന്ത്രി, വിജയല്ല മുഖ്യമന്ത്രിയും പങ്കെടുത്തിരുന്നു, VD സതീശനും പങ്കെടുത്തിരുന്നു. മന്ത്രി മീറ്റിങ്ങിന് ശേഷമാണ്, ആഭ്യന്തരമന്ത്രി ഇരുന്ന അധ്യക്ഷത വഹിച്ച സദസ്സിലല്ല. പുറത്തോട്ടിറങ്ങിയപ്പോൾ പച്ചക്കറി കിട്ടാതെ വരും നിങ്ങൾ കൂടുതൽ വാദിക്കാൻ പോയാൽ എന്നൊരു ഭീഷണി വന്നിട്ടുണ്ട്. പത്രങ്ങളിലൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല. എന്തായാലും നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടുമായിട്ട് നമ്മൾ രമ്യത ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വരാൻ പോകുന്ന, അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന DMK-യുടെ നേതാക്കൾ കേന്ദ്രത്തിൽ മന്ത്രിമാരായിട്ട് വരാൻ പോകുന്നു. അതെങ്ങനെ? അവർ തമ്മിൽ ഐക്യമില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും. അതിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോ. അതായത് NDA മുന്നണിയിലേക്ക് DMK-യുടെ പ്രവേശനം ഏതാണ്ട് 99%. അപ്പോഴും 1% കാരണം BJP-യുടെ കാര്യമായതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. വലിയ വായിലെ വിളിച്ചു പോയില്ല ഞാൻ DMK-യിൽ ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരുമെന്ന്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പോലെ അങ്ങനെയുള്ള വീരവാദങ്ങളൊന്നും പറക്കില്ല. എല്ലാം നിശബ്ദമായിട്ട് ഒച്ചപ്പാടില്ലാത്ത അച്ചടക്കത്തോട് കേട്ടിട്ട്, അതാണ് RSSൻ്റെ ഒരു അച്ചടക്കത്തിൻ്റെ കൾച്ചറുണ്ട് ആ പാർട്ടിക്ക്. കേഡർ സ്വഭാവത്തോടു കൂടി കേട്ടിട്ട് അവസാനം 100% കഴിയുമ്പോൾ ജനങ്ങളെ അറിയിക്കും. ആ രീതി അനുസരിച്ച് DMK കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. NDA-യുടെ ഭാഗമായിരിക്കാൻ പോവുകയാണ്, അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടിരിക്കാൻ പോവുകയാണ്. കോൺഗ്രസിൻ്റെ ചതിക്കുള്ള ഒരു മറുപടിയും കൂടിയാണ്. ഒരു കാര്യം ഓർക്കണം, DMK എന്ന് പറയുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം മറ്റെന്ത് കുഴപ്പമുണ്ടായാലും ഒരിക്കലും ചതിക്കാറില്ല, ചതിക്കുന്ന ചന്തുവല്ല. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിനെ പിടിച്ച് 2 വട്ടം നിർത്തിയത് ഈ DMK-യാണ്, വിശ്വസ്തരായിട്ടുള്ള പങ്കാളികളായിട്ട് നിന്നുകൊണ്ട്. പക്ഷേ കോൺഗ്രസ് പകരം കൊടുത്തതെന്താ? വിജയിക്കാണ് സീറ്റ് കൂടുതൽ എന്നറിഞ്ഞപ്പോൾ അവരുടെ നയവും നയപരിപാടിയും പ്രകടന പത്രികയും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വിജയുമായിട്ട് ആശ്ലേഷത്തിന് വേണ്ടി പോയി. അങ്ങനെ 2 മന്ത്രിമാരെ മന്ത്രിസഭയിൽ, അതിനു വേണ്ടിയിട്ട് DMK-യുമായിട്ടുണ്ടായിരുന്ന നീണ്ട നാളത്തെ സൗഹൃദം ബലികഴിച്ചു. അതാണ് കോൺഗ്രസ് ചതിക്കുന്ന ചന്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് കേന്ദ്ര മന്ത്രിസഭയിൽ വലിയ അഴിച്ചുപണി. DMK-യിൽ നിന്ന് വരുന്നത് ആരെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. കാരണം ഈ പ്രവേശനം തന്നെ ശരിയാണോ എന്ന് ആദ്യം പറയണം, അതിനുശേഷം വേണമല്ലോ മന്ത്രിമാരാരെന്ന് പറയാം. പക്ഷേ വമ്പിച്ച തോതിലുള്ളവർ അഴിച്ചുപണി അനിവാര്യമാണല്ലോ. കാരണം പീയൂഷ് ഗോയൽ എന്ന് പറയുന്ന വളരെ മിടുക്കനായിട്ടുള്ള മന്ത്രിയാണ് ഇപ്പോൾ BJP-യുടെ ട്രഷററായിട്ട് കേന്ദ്രത്തിൽ വരുന്നത്. അതുപോലെ തന്നെ പല മാറ്റങ്ങളും ഉണ്ടായിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ പോയിരിക്കുന്നു. ഇപ്പം പ്രഹ്ലാദ് ജോഷിക്ക് അത് കൊടുത്തെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ അധിക ചുമതലയായില്ലേ. ആ ചുമതലയിലേക്കുമൊക്കെ വേറെ മന്ത്രിമാർ വരണം. വലിയ മാറ്റങ്ങളുണ്ടാകാൻ പോവുക. നമുക്കിപ്പോൾ തമിഴ്നാടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, കേരളത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. കേരളത്തിൽ നിന്ന് ആര് പോകും? ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളി തോറ്റതോടുകൂടി അദ്ദേഹത്തിൻ്റെ സാധ്യത അസ്തമിച്ചു കഴിഞ്ഞു. K. സുരേന്ദ്രൻ സംഘടനാതലത്തിലുള്ള സെക്രട്ടറി ആയതോടുകൂടി അദ്ദേഹത്തിൻ്റെയും സാധ്യത തീർന്നു. V. മുരളീധരൻ നിയമസഭയിലേക്ക് പോയി, സാധ്യത തീർന്നു. രാജീവ് ചന്ദ്രശേഖർ ഓഫ് കോഴ്സ് അദ്ദേഹം നിയമസഭയിലേക്ക് പോയതുകൊണ്ട് ആ സീറ്റിൽ ഇനി വേണ്ടൊരു മത്സരം നടത്താൻ BJP ആഗ്രഹിക്കുന്നില്ല, പല കാരണങ്ങളുകൊണ്ടും.
അതുപോലെ ഗോപകുമാറിനെ മന്ത്രിയായിട്ട് പരിഗണിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ ആരിയ്ക്കുന്നു എന്നൊരു ചോദ്യം വരാം. അവിടെയാണ് നമുക്ക് പ്രസക്തമായിട്ട് പറയാവുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് പി.കെ. കൃഷ്ണദാസ് വരാം, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വരാം. കാരണം എന്താണ്? സ്ത്രീകൾ, ചെറുപ്പക്കാർ, മന്ത്രിസഭയുടെ പ്രായം കുറയ്ക്കാനുള്ള ശ്രമം. ഇന്ത്യയുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത്, പ്രായം ആയുസ്സല്ല, 29 വയസ്സാണ്. അപ്പോൾ അതിനനുയോജ്യമായി കുറച്ചുകൂടെ പ്രായം കുറച്ച ഒരു മന്ത്രിസഭ ഉണ്ടാക്കാനാണ് വരാനുള്ള സാധ്യത മാത്രമാണ് ഞാനീ പറയുന്നത്. അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇനി എം ടി രമേശ് മന്ത്രിയായാലും, കാരണം അദ്ദേഹത്തെക്കുറിച്ച് നല്ല ഇമ്പ്രഷനാണ് കേന്ദ്രത്തിനുള്ളത്, അങ്ങനെ വന്നാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. വളരെ സ്റ്റേക്കുള്ള ഒരു സംസ്ഥാനമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളം എന്നുള്ളതാണ്. ഇനി വളരെ സ്റ്റേക്കുള്ള മറ്റൊരു സംസ്ഥാനം ബംഗാളാണ്. ബംഗാളിൽ നിന്ന് ഭരണം പോകാതിരിക്കാനുള്ളതെല്ലാം, ത്രിപുരയിൽ നിന്ന് ഇപ്പോൾ പോകാത്തതുപോലെ അതിനുള്ള പരിപാടികളെല്ലാം ബി ജെ പി നടത്തും. അതിൻ്റെ ഫലമായിട്ട് തന്നെ തൃണമൂലിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള കാക്കോലി ഘോഷ് എന്ന് പറയുന്ന സ്ത്രീയെ, ഈയിടെയാണ് അവർ വന്നത്, അതായത് 2026 അവർ ബി ജെ പിയിലേക്ക് വന്നത്. എങ്കിലും അവർക്ക് മന്ത്രിസ്ഥാനം, കാരണം സ്ത്രീ ആയതുകൊണ്ട് പ്രത്യേക പരിഗണനയുണ്ട്. തന്നെയുമല്ല, തൃണമൂൽ കോൺഗ്രസിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ നേതാവായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുമാണ് കാക്കോലി ഘോഷ്. നല്ല പാരമ്പര്യമുള്ള സ്ത്രീയാണ്. അവർ വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി വേറൊരു ഞെട്ടിക്കുന്ന ഒരു വിവരം മഹാരാഷ്ട്രയിൽ നിന്നാണ്. അവിടെ ദേവേന്ദ്ര ഫഡ്നാവിസ് കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരുന്നു. അദ്ദേഹം വരാൻ ആഗ്രഹിക്കാത്ത പദവിയാണത്. പക്ഷേ അവിടുത്തെ സമുദായ ഇക്വേഷൻ, അദ്ദേഹം ഒരു ബ്രാഹ്മിൺ സമുദായത്തിൽപ്പെട്ട ആളാണ്. മറാത്തി സമുദായത്തിന് അവിടെ മേൽക്കൈ ലഭിക്കണമെന്നുള്ളതാണ് ശരത് പവാറിൻ്റെ ആഗ്രഹം. ആ ആഗ്രഹപ്രകാരം ഒരു പക്ഷേ അങ്ങനെ ഒരു മാറ്റം, നല്ല പദവി തന്നെ കൊടുക്കും. കാരണം നല്ല കഴിവുറ്റ ചെറുപ്പക്കാരനാണ്, യങ് ഏജ് ആവുകയും ചെയ്യും, മന്ത്രിസഭയുടെ പ്രായം കുറയുകയും ചെയ്യും. ആ സാധ്യത വെച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് പകരം ഏക്നാഥ് ഷിൻഡെ അവിടെ മുഖ്യമന്ത്രിയാവുമോ? അത് വലിയ രസകരമായ ഒരു ചിത്രമായിരിക്കും കഴിയും. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ NCPയുടെ പിന്തുണ, DMK വരുന്നത് പോലെ NCP ഒപ്പം ഏതാണ്ട് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ എന്ന് കേട്ടില്ലേ, മതിലിന് പുറത്തിരിക്കുന്ന തേങ്ങ, അതുപോലെ ഇരിക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ അവർ ഈ NDA പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. NDA മുന്നണിയിലേക്ക് വരാൻ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അത്ഭുതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് അടുത്ത ആഴ്ചകളിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണമുള്ളത്, ഇവർക്ക് ഡീലിമിറ്റേഷൻ ധൈര്യമായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാം. അടുത്ത് വരുന്ന വിൻ്റർ സെഷനിൽ അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്യാം. വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള പ്ലാനിംഗ് ആണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബംഗാളിൽ നിന്ന് വേറെയും പോസിബിലിറ്റി ഉണ്ട് ധാരാളം. മനോജ് ടിഗ്ഗ എന്ന് പറയുന്ന ആൾ, നമ്മളധികം കേട്ടിട്ടില്ലാത്തൊരു പേരാണ്. അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നും വേറെ സാധ്യതകളുണ്ട്, നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകളായതുകൊണ്ട് ഞാൻ രണ്ടാമത് അവരെ പറ്റി പറയുന്നത്. ശ്രീകാന്ത് ഷിൻഡെ, നമ്മൾ മാധ്യമപ്രവർത്തകർ കേട്ടിട്ടുള്ള ഒരു പേരാണത്. ശ്രീകാന്ത് ഷിൻഡെ പ്രമുഖനായിട്ട് കിവര് കേട്ട നേതാവാണ്. അതുപോലെ തന്നെ ഒഡീഷയിൽ നിന്ന് ഭർതൃഹരി മെഹ്താബ്, ഞാൻ പേര് കേട്ടിട്ടുള്ള ആളാണ്. പക്ഷേ നമ്മുടെ പത്രങ്ങളിലൊന്നും അധികം അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരാനില്ല. ഇനിയും പഞ്ചാബിൽ നിന്നാണ്, അത് നമ്മളെല്ലാം കേട്ടിരിക്കേണ്ട പേരാണ്, കേട്ടിരുന്നില്ലെങ്കിലും. രവനീത് സിംഗ് ബിട്ടു എന്ന് പറയുന്നത്. രവനീത് സിംഗ് ബിട്ടു ആരെന്നറിയാം? ഈ ബിട്ടു നമ്മൾ കണ്ടിട്ടുണ്ട്, ഇദ്ദേഹത്തെ നമ്മളെല്ലാവരും പരിചയപ്പെട്ടിരിക്കും. ഈ സിഖുകാരൻ, കേന്ദ്ര മന്ത്രിസഭയിൽ ഇപ്പോഴുള്ള ഈ സിഖുകാരൻ, കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരാൻ പോകുന്ന ഈ സിഖുകാരൻ BJPയുടെ MP ആണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ കൂടി പോയപ്പോൾ വഞ്ചകൻ, പിന്നെ രാഹുൽ ഗാന്ധിയുടെ നാക്കിന് എല്ലില്ലല്ലോ, ഉളിപ്പില്ലല്ലോ, എന്തും വിളിച്ചു പറയും. വഞ്ചകൻ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നേരിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ ആരാടാ വഞ്ചകൻ എന്നുള്ളത് പറഞ്ഞ് കൊടുക്കുക. മിണ്ടിയില്ല, മിണ്ടാട്ടം ഉണ്ടായില്ല രാഹുൽ ഗാന്ധിക്ക്. അത്ര ധീരനായിട്ടുള്ള ഒരു സർദാർജിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യം പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പനാണ് ബിയാൻ സിംഗ് എന്ന് പറയുന്ന ആൾ. ബിയാൻ സിംഗ് എന്ന് പറയുന്ന പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ. അദ്ദേഹത്തെയാണ് സിഖ് തീവ്രവാദികൾ ഓഗസ്റ്റ് 31, 1995 വെടിവെച്ചു കൊന്നു. അങ്ങനെ ഒരു രക്തസാക്ഷിയുടെ കൊച്ചുമകനാണ് അദ്ദേഹം. ഓഫ് കോഴ്സ് ഒരു രക്തസാക്ഷിയുടെ മകനാണ് രാഹുൽ ഗാന്ധി. അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ഇപ്പം ചിന്തിക്കുന്നില്ല, ഭീകരവാദത്തെക്കുറിച്ചൊന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ വേറെയാണ്. ഇന്ത്യയെ എങ്ങനെ ഒരു ഇരയാക്കി തീർക്കാം എന്നുള്ളതാണ് അദ്ദേഹം ആലോചിക്കുന്നത്. പക്ഷേ ഈ കൂറുള്ള ഈ സർദാർജി, ഈ ബിട്ടു, അന്ന് അദ്ദേഹം ചെറുപ്പക്കാരനായിട്ട് യൂത്ത് കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നപ്പോൾ തന്നെ ഭീകരതയ്ക്കെതിരായിട്ട് ശക്തമായിട്ടൊരു പ്രസ്ഥാനം ആരംഭിച്ചത്. ഏതു നിമിഷവും ജീവൻ പോകാമായിരുന്നിട്ടും അതിനെ വകവയ്ക്കാതെ.
അതിനു പകരം രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നത്? ഭീകരവാദികളെ എങ്ങനെ പിന്തുണയ്ക്കുകയും അവർക്ക് സഹതാപം അനുതാപം, നെക്സലൈറ്റുകൾക്കും അതുപോലെ സഹതാപം അനുതാപം. അദ്ദേഹത്തിൻ്റെ ഒരു ഭീകര മനസ്സും അതുപോലെ നെക്സലൈറ്റ് മൈൻഡും ദിമാഗി നെക്സലൈറ്റുമാണ് അദ്ദേഹം. അതാണ് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പേരെടുത്ത് പറയാതെ ദിമാഗി നെക്സൽ എന്നുള്ള പേര് പറഞ്ഞു. അത് അങ്ങനെ ഒരു അരാജകത്വത്തിലേക്കും നാശത്തിലേക്കും ഇന്ത്യ റിപ്പബ്ലിക്കിനെ നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇത് ദേശസ്നേഹമുള്ള ഒരു സിഖുകാർ. ഇത് തമ്മിൽ ഇത്രയും വ്യത്യാസമേ ഉള്ളൂ, ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ പല പേരുകളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് നേരത്തെ തന്നെ രാംദാസ് അത്വാലെ പറഞ്ഞു, അത്തവാല മഹാരാഷ്ട്രയിൽ നിന്നുള്ള മന്ത്രി, അദ്ദേഹം ഓഗസ്റ്റ് 15 ശേഷമാണ് ഇതുണ്ടാവുക എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവർ നോക്കുന്നത്, നമ്മൾ വിചാരിച്ചിരുന്നത് അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ചില സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്കായിരിക്കും പ്രാതിനിധ്യം കൂടുതൽ നൽകുക. അങ്ങനെയല്ല, ഇവരിപ്പോൾ അത് ലോങ് ടേം പ്ലാനാണ് എന്നും മനസ്സിലാക്കുന്നുണ്ട്. അധികാരത്തിൻ്റെ വൃത്തങ്ങളിൽ നിന്നും 2029 എന്നുള്ള ആ സമയത്ത് ഒരു 3/2 ഭൂരിപക്ഷം നേടത്തക്ക രീതിയിലുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് NDA ആഗ്രഹിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു പ്രാതിനിധ്യമായിരിക്കും സ്ത്രീകൾ, അതുപോലെ പിന്നാക്ക വർഗത്തിൽപ്പെട്ട ആൾക്കാർ, അതുപോലെ തന്നെ യുവാക്കൾ, ഇവർക്കെല്ലാം പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റായിരിക്കും, ഒരു മന്ത്രിസഭയായിരിക്കും ഇനി അധികാരത്തിൽ ഭരിക്കുക എന്നുള്ളതാണിപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഇതുപോലെ തന്നെ വേറൊരു കാര്യം, നിർമ്മലാ സീതാരാമൻ പീയൂഷ് ഗോയൽ പോയ വേക്കൻസിയിലേക്ക്, അതായത് കമേഴ്സ് മിനിസ്ട്രി, വാണിജ്യ മന്ത്രാലയത്തിലേക്ക് പോകും. അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ഡീല് കുറച്ചുകൂടെ വേഗത്തിലാക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കാം നോക്കുന്നത്. അതാണെങ്കിൽ ഒരു 1.5 ഡീലാണ്. ഇന്ത്യയുടെ നേട്ടവും വികസനവും അതിൻ്റെ വേഗവും വളരെ 10 മടങ്ങായിരിക്കും, ശരവേഗത്തിലായിരിക്കും. അത് നമുക്ക് 2047 ഈ ഇന്ത്യയിൽ ഈ കൂറകളും മറ്റും പ്രക്ഷോഭം ഉണ്ടാക്കി നാറ്റിക്കാതിരിക്കാൻ ആവശ്യമാണ്. കാരണം വികസിത ഭാരതമാകുമ്പോൾ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നില ശോചനീയമായിരിക്കില്ല, ടെസ്റ്റുകളുടെ നിലയും ഒരിക്കലും ശോചനീയമായിരിക്കില്ല. ലെവൽ പ്ലേയിങ് ഫീൽഡ് എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നതാണ്. അതുകൊണ്ടാണ് 1 കോടി പേർക്ക് സൗജന്യമായിട്ട് ട്യൂഷൻ നൽകാനുള്ള ഒരു പദ്ധതി അവരിപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ കൂറകളെ എങ്ങനെ നേരിടാം? ഹിറ്റ് കൊണ്ടല്ല നേരിടുന്നത്, കൂറകൾ വരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ള വളരെ ദീർഘവീക്ഷണമുള്ളൊരു നയമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ തരത്തിൽ ഒരു കെട്ടുറപ്പുള്ള മന്ത്രിസഭയും അതുപോലെ തന്നെ യുവത്വമാർന്ന മന്ത്രിസഭയുമായിരിക്കും ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. പോർട്ട്ഫോളിയോസിലും ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. പിന്നെ വേറെ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട തേജസ്വി സൂര്യ കർണാടകത്തിൽ നിന്ന്, കാരണം യങ് ആക്കാൻ ഏറ്റവും പറ്റിയ നല്ല പാർലമെൻറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യുവത്വത്തിൻ്റെ ഒരു യുവ തേജസ്സുള്ള ആളാണ് ഈ തേജസ്വി സൂര്യ. സൂര്യൻ്റെ തേജസ്സോട് കൂടി സംസാരിക്കുന്ന, വാഗ്മിതയും അതുപോലെ തന്നെ കഴിവുമുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് ഉണ്ടാവുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ AAPയിൽ നിന്നും വന്ന കഴിവുറ്റ സത്യസന്ധനായിട്ടുള്ള ഒരു AAPക്കാരനായിരുന്ന രാഘവ് ചദ്ദ, അദ്ദേഹത്തിനും മന്ത്രിസ്ഥാനം കിട്ടും. അതിൽ തീർച്ചയായിട്ടും പഞ്ചാബിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സ്റ്റേക്ക് ഉണ്ട്. അതിൽ കുറച്ചുകൂടി സീറ്റ് കിട്ടാനുള്ള അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റാണ് അതെന്ന് തോന്നുന്നു. അത്തരത്തിൽ എന്തായാലും മാറ്റം വരാൻ പോവുകയാണ്. അത് എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. നമുക്ക് കാത്തിരിക്കാം. 1-2 ആഴ്ചകൾക്കധികം അങ്ങോട്ട് നമ്മളുടെ ഈ കാത്തിരിപ്പ് പോകേണ്ടി വരികയില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്.